തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിനൊരു തകരാറുണ്ടെന്ന് പറഞ്ഞാൽ വീടിന്റെ ശത്രു എന്നല്ല പറയണം, അവനാണ് ഏറ്റവും വലിയ മിത്രം. വീടിന്റെ തകരാറ് കണ്ടുപിടിക്കും. അല്ലെ, ഞാൻ പറയുന്നത് ഡോക്ടർ ലാലേ, ഇതൊരു ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള പ്രശ്നം നമ്മൾ ഈ സംസാരിക്കുന്നത്. അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കണ്ടിട്ട് കാര്യമില്ല. അതാണ് നമ്മളൊരു കാര്യം വിമർശിക്കുമ്പോൾ നീ കോൺഗ്രസ് ആയിട്ട് വിമർശിക്കുന്നത്. നമുക്ക് എന്നെ പോലെ ഒരുപാട് പേര്, ഇവരിൽ പലരും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ എപ്പോഴും പണ്ടേ പ്രവർത്തിക്കുന്നവരാണ്. ഞാനൊക്കെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ച ആളാണ്. PhD പോലും ഗവൺമെന്റ് നിന്നാണ്. ഗവൺമെന്റ് മാത്രം വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഈ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത പറയുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് വേണ്ടി പറയുന്നത് പറയരുത്. അവിടെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പറയുമ്പോൾ നല്ലതാണ്, ഞാനും പറയും നല്ല ആശുപത്രിയും ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടെന്ന്. പക്ഷെ എല്ലാം അവിടെ ഉണ്ടെന്ന് പറയരുത്. ഞാൻ ദിവസവും ഉദാഹരണങ്ങൾ ഇപ്പം പറയുന്നില്ല എന്നുള്ളത്, ദിവസവും കട്ടിൽ കിട്ടാത്തവരെ, ICU യൂണിറ്റിൽ കിട്ടാത്തവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അല്ല, ഞാൻ ഡോക്ടർ ലാൽ ഒരു TV ചർച്ചയിലിരുന്ന്, എനിക്ക് ചാനൽ ഏതാണെന്ന് അറിയാം, അല്ലെ ഞാൻ പേര് പറഞ്ഞില്ല, നമുക്ക് പേര് പറയാൻ പേടിയൊന്നുമില്ല. അപ്പോൾ 24 എന്തായാലും. അപ്പോൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജിലൊക്കെ പ്രവേശിപ്പിക്കപ്പെടാൻ ഡോക്ടർ ലാലിന് പേടിയാണ്. ഡോക്ടർ ലാൽ മെഡിക്കൽ കോളേജിന്റെ വിദ്യാർത്ഥിയാണ്. യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് 86 വയസ്സുകാരൻ സ്ട്രോക്ക് ആയിട്ട് വന്നു. ഞാൻ വേറെ രാജ്യത്തായിരുന്നു. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടുത്തെ എൻ്റെ സൂപ്രണ്ടിൻ്റെ സുഹൃത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 86-കാരൻ്റെ ഭാര്യ 78-കാരി പറയുകയാണ് തറയെ കിടക്കുകയാണെന്ന്. 80-കാരൻ സ്ട്രോക്ക്. എൻ്റെ രക്തബന്ധുവിനെ പറ്റിയായി പറയുന്നത്, പേര് പറയാത്തത് ആവശ്യം, ഇപ്പം മരിച്ചും പോയി. അപ്പം ഞാൻ സൂപ്രണ്ട് വിളിച്ചപ്പോൾ ലാലെ ഒരു നിവൃത്തിയില്ല, വേണമെങ്കിൽ വേറെ ആൾ ഇറക്കിയിട്ട് കൊടുക്കാം. ഞാൻ പിന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടിട്ട് ഞാനാണ് പണം കൊടുത്തത്. ഇത് അനുഭവം അറിയുന്നത് എല്ലാ പ്രവർത്തകർക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോൺ വരുന്നത്, നാളെ പെട്ടെന്ന് പറയാം, പേര് പറയുന്നില്ല, ശാലയിലെ സ്ത്രീ ചുമട്ട് തൊഴിലാളിയാണ്. അവർ കറങ്ങി വീണു, അവരൊരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. 12 ലക്ഷമാണ് ബില്ല്. INTS-കാരാണെന്ന് പിരിക്കുകയാണ്. ഡോക്ടർ അവരിൽ 100 രൂപയില്ല, ഇവർക്ക് 12 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും? ഇത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനം ഞാൻ ഇടപെട്ടു. മെനഞ്ഞാന്ന് ആശുപത്രിയിൽ പോയി. ഒരു സ്ത്രീയുടെ മകന് ബൈക്ക് ആക്സിഡൻറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് 1.5 മണിക്കൂർ അവരെ നോക്കാൻ പറ്റിയില്ല. നോക്കാൻ ഡോക്ടർമാർ മോശമുണ്ടല്ലോ, നഴ്സുമാർ മോശമുണ്ടല്ലോ. SKN അവിടെ നിന്ന് പോയാൽ നോക്കി, യുദ്ധസ്ഥലത്ത് പോലെയാണ് നഴ്സുമാരും ഡോക്ടർമാരും കിടന്ന് ഓടുന്നത്. ഈ കുട്ടിയെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ചികിത്സിച്ചിട്ട് മെനഞ്ഞാന്നൊരു 30 ലക്ഷം രൂപ അവർ ഞാൻ തെണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ വീണ്ടും ഓപ്പറേഷൻ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് 10 ലക്ഷം രൂപ അടുത്ത ബില്ലാണ്. 40 ലക്ഷം അവരെ ദിവസം വരുമാനം 532 രൂപയാണ്. ഇപ്പോൾ ജോലിക്കും പോകുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യം പറയണ്ടേ? ഇത് പറയുമ്പോൾ LDF ആണ് UDF ആണ് ഭരിക്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത് ഭയമൊന്നല്ല. എനിക്കൊരാവശ്യം വന്നാൽ പോകേണ്ട മെഡിക്കൽ കോളേജിൽ സൗകര്യമില്ലെന്ന് പറയുന്നത്. റോഡിൽ മരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളിട്ടിരുന്ന മെഡിക്കൽ കോളേജിന് അടുത്തൊരാളെ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് 1 മണിക്കൂറോളം എടുത്തു. അവർക്കൊരു അറ്റൻഷൻ, അയാൾക്കൊരു അറ്റൻഷൻ കിട്ടും. ജീവനുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോയതാണ്. ഇത് ആരോട് പറയും? ഭരിക്കുന്ന സർക്കാരിനോട് പറയും. മരിച്ചുപോയി മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റൂ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോടല്ലേ പറയാൻ പറ്റൂ? അത് പറയുമ്പോൾ സർക്കാരിനെതിരാകുന്നതിന് ഞാൻ ജനങ്ങൾക്കൊപ്പമാണ്. എന്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യമാണ്, ജനങ്ങളുടെ ആരോഗ്യം. ജനങ്ങൾക്കൊപ്പം എന്റെ രാഷ്ട്രീയം കോൺഗ്രസിനും അല്ല, എന്റെ തീർച്ചയായും കോൺഗ്രസ് നിരോധിക്കപ്പെട്ട പാർട്ടിയല്ലേ? പാർട്ടിയായിട്ടല്ലേ ഞാൻ പറയുന്നത്. ഈ ചർച്ച കേൾക്കുന്ന ഈ യുവ തലമുറയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. മെഡിക്കൽ കോളേജസ് ഒന്നും ഒട്ടും മോശമല്ല. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ പ്രോഡക്റ്റാണ്. 1986 ഞാൻ അവിടുന്ന് പാസ്സായത്. അതേ കൊല്ലമാണ് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത് എൻ്റെ ഗുരുവാണ് ഡോക്ടർ തോമസ് മാത്യു. അദ്ദേഹം ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, അതായത് 2025 കോട്ടയം മെഡിക്കൽ കോളേജിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശ്വാസകോശ രോഗത്തിന്റെ ശസ്ത്രക്രിയ നടന്നു. കേരളത്തിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ നന്ദകുമാർ. അദ്ദേഹം ഇപ്പോൾ പ്രൈവറ്റിലാണ്, കോയമ്പത്തൂരാണ്. ഇപ്പം പ്രൈവറ്റ് വന്നിട്ട് കോഴിക്കോടാണ് നടന്നത്. അപ്പം ഇവിടെ കേൾക്കിരിക്കുന്നവരെല്ലാവരും ഗവൺമെന്റ് ഡോക്ടേഴ്സിന്റെ വിശ്വാസം പോയെന്ന് പറയുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. കാരണം ആരും മോശമില്ല അവിടുത്തെ. അല്ല, ഞാൻ പറഞ്ഞു നിർത്തുള്ളൂ. കാരണം അവിടെ എക്യുപ്മെന്റിന്റെ കുറവുണ്ട്. ഇടപെടില്ലെങ്കിൽ പിഴവ് കാണിച്ചിട്ടുള്ള തെറ്റ് കാണിച്ച ഡോക്ടർമാർ അതല്ല. ഇനി 2 കാര്യം പറയാം. എന്റെ സ്വന്തം അമ്മാവൻ ഫീമർ ഫ്രാക്ചർ ആയിട്ട് ശ്രീ ശങ്കരൻ മാഷ്, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തെ സിയാം വർക്കിംഗ് ആയിരുന്നില്ല. അന്നും ഇതേ പ്രോബ്ലംസ് ഉണ്ട്. അത് അന്ന് പി ശങ്കരൻ സാറായിരുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇതേപോലെ ഫീമർ ഫ്രാക്ചർ അടിച്ചിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോഴും സിയാം വർക്ക് ചെയ്യാൻ. എന്നിട്ട് SP ഫോർട്ട് ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന് സർജറി നടത്തിയത്. എൻ്റെ അമ്മാവനും അതേ സ്ഥലത്ത് തന്നെയാണ് നടന്നത്. അപ്പം ഞാനീ പറയുന്നത്, ഈ സാങ്കേതിക ഉപകരണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെയും ഗവൺമെന്റ് മേഖലയിലുള്ള AGML വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ എല്ലാവരും ബാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരിടേണ്ടത്. അല്ലാതെ ഡോക്ടർമാർ ഗവൺമെന്റിലുള്ളവർ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചേർന്ന് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും
ഇദ്ദേഹം BJP ക്കാരായാലും ജയിക്കാനും ഞാനായാലും പറയേണ്ടത് സൗകര്യം കൂട്ടണമെന്നാണ്. ഗവൺമെന്റ് പറയാം സൗകര്യം കുറയ്ക്കാൻ ഞങ്ങൾ പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.